സുനിഷ, വെരി ഗുഡ് മോർണിംഗ് സുനിഷ. ആശ്വാസകരമായൊരു വാർത്തയുള്ളത് 5 ദിവസത്തേക്ക് മഴയുണ്ടാകുമെന്നുള്ളതാണ്. ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിലും ഈ മഴ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. നമുക്ക് മാത്രമല്ല KECBക്ക് നല്ല ആശ്വാസമാണെന്നാണ് കേട്ടത്. 5 ദിവസം കൂടി മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ സുനിഷ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. അടുത്ത 5 ദിവസം കൂടി മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ഇപ്പോൾ ജെയ്സൺ പറഞ്ഞതുപോലെ ഇടിമിന്നലിനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമാണ്. നല്ല മഴ തന്നെ, ഒറ്റപ്പെട്ട ശക്തമായ മഴ ഇനിയുള്ള ദിവസങ്ങളിലും ലഭിക്കും. ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും. ഒപ്പം തന്നെ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം വേണമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. പെട്ടെന്നൊരു മഴ മുന്നറിയിപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ന് 8 ജില്ലകൾക്ക് മുന്നറിയിപ്പുണ്ട്. അത് കണ്ണൂരും കോഴിക്കോടും വയനാടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, എറണാകുളം ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. നാളെ 3 ജില്ലകൾക്കുണ്ട്. അടുത്ത ദിവസങ്ങളിലെല്ലാം അലേർട്ടുകൾ ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. ഒന്ന്, വേനൽ ചൂടിന് ആശ്വാസമായി മഴ വന്നത് എന്നുള്ളതാണ് ഒരാശ്വാസമുള്ളത്. മറ്റൊന്ന് അരുൺ പറഞ്ഞതുപോലെ KECBക്കും ഒരു ആശ്വാസമായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം KECBയിൽ ഇങ്ങനെ വൈദ്യുതി പ്രതിസന്ധി, വേനൽ മഴ ലഭിച്ചില്ല, ഇങ്ങനെ പലയിടത്തും കറണ്ട് പോകുന്നു, പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ ഇങ്ങനെ കറണ്ട് പോകുന്ന സാഹചര്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, വലിയ പ്രതിഷേധങ്ങളിലേക്കും കടന്നിരുന്നു. ഏതായാലും ഇനി കുറച്ചു കാലത്തേക്ക് ഈ പ്രതിഷേധങ്ങൾക്ക് വിട എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേനൽ മഴ ലഭിച്ചത് വലിയ ആശ്വാസമായിട്ടുണ്ട് KECBക്ക്. നേരത്തെ വൈദ്യുതി ഉപഭോഗം 6100 എത്തിയിരുന്നു. പക്ഷേ 6000, 5900 അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ പീക്ക് ടൈം ആവശ്യകത ഉണ്ടായിരുന്നത്. അതിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മഴ ഇങ്ങനെ ഇതേ രീതിയിൽ കിട്ടുകയാണെങ്കിൽ ഇനിയും ഈ വൈദ്യുതി ആവശ്യകത കുറയുമെന്നുള്ളത് തന്നെയാണ് KECB കണക്ക് കൂട്ടുന്നത്. ഒപ്പം തന്നെ പുറത്തുനിന്ന് കേന്ദ്രവിഹിതം അടക്കം വൈദ്യുതി നമുക്ക് ലഭിച്ചു തുടങ്ങി. 200-400 മെഗാവാട്ട് വൈദ്യുതി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശക്തമായ മഴ കൂടി ലഭിച്ചതോടുകൂടി ഏറെക്കുറെ ആശ്വാസമായി എന്നുള്ളതാണ്. പക്ഷേ ആശ്വസിക്കാനായിട്ടില്ല. മെയ് അടുത്ത വാരത്തോടുകൂടി മഴ തീർന്ന് ചൂട് വീണ്ടും കൂടുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാകും. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മുൻകരുതലുകളെല്ലാം KECB എടുക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടുണ്ട്. നിയന്ത്രണങ്ങളൊന്നും വേണ്ടി വന്നിട്ടില്ല. നേരത്തെ അരമണിക്കൂർ നിയന്ത്രണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ നിയന്ത്രണം ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ ദിവസം തൊട്ട് എല്ലായിടത്തും നിയന്ത്രണം വേണ്ടി വന്നില്ല. അന്ന് തൊട്ട് മഴ പെയ്തത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, KECBയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ആശ്വാസമായിരുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ KECB കൂടുതൽ ആശ്വാസത്തിൽ തന്നെയാണ് അരുൺ. ഓക്കെ, ആശ്വസിക്കട്ടെ KECBയും ഒപ്പം തന്നെ നാട്ടുകാരും. താങ്ക് യു സുനിഷ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വേനൽ മഴയൊക്കെ ആസ്വദിക്കുന്നത് കൊള്ളാം, പക്ഷേ ഇടിമിന്നൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ ഈ വരാന്തയിൽ ഇറയത്തൊക്കെ നിർത്തിയിട്ട് ഈ മഴ ആസ്വദിക്കാൻ വിട്ടേക്കരുത്. എപ്പോഴാണ് ഇടി മിന്നുന്നതെന്ന് അറിയില്ല. തൃശ്ശൂരിൽ നിന്ന് അതാണ് ജെയ്സൺ റിപ്പോർട്ട് ചെയ്തത്. ഇടിമിന്നലേറ്റ് ഒരു ഭിത്തിയുടെ ഒരു ഭാഗം അടർന്ന് ഉറങ്ങിക്കിടന്ന മനുഷ്യരുടെ ദേഹത്തേക്കാണ് തൃശ്ശൂരിൽ വീണത്. അപ്പോൾ അതുകൊണ്ട് ഇടിമിന്നൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക.